ജോഷില, എന്താണ് വയനാട്ടിലെ സാഹചര്യം? റെഡ് അലർട്ട് ആണല്ലോ, മഴയുണ്ടോ? ഇന്നലെ രാത്രി എങ്ങനെയായിരുന്നു സ്ഥിതി? മനു, വയനാട്ടിൽ മഴ തുടരുകയാണ്. കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രിയും. ഇന്ന് രാവിലെ മഴ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. കനത്ത മഴ തന്നെയാണ്. റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 18 ദുരിതാശ്വാസ ക്യാമ്പുകൾ വയനാട് ജില്ലയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 700ഓളം ആളുകളെ ഇവിടേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുമുണ്ട്. സുൽത്താൻ ബത്തേരി താലൂക്ക്, അതുപോലെ തന്നെ മാനന്തവാടി താലൂക്ക്, വൈത്തിരി താലൂക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള ആളുകളെയാണ് ഇവിടേക്ക് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് റെഡ് അലേർട്ടാണ്. ഇന്നലെയും റെഡ് അലേർട്ട് ആയിരുന്നു. ഇതൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ടും കഴിഞ്ഞ ദുരന്തങ്ങൾ മുന്നിലുള്ളത് കൊണ്ടും കർശനമായ ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ, PSC പരീക്ഷകൾ ഇവയെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഈ അവധിയിൽ നിന്നും മാറ്റി നിർത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ കുട്ടികളെ വെള്ളക്കെട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ അനുവദിക്കരുത്. മത്സ്യബന്ധനത്തിന് ആരും പോകരുത്. ജലാശയങ്ങൾ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമുണ്ട്. അത്തരത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ അധികൃതർ ആവശ്യപ്പെട്ടാൽ താമസ സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാൻ ഉടനടി തയ്യാറാകണം എന്നുള്ള കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം താഴ്ന്ന നിരപ്പിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്യുകയാണ്. കനത്ത മഴയാണ് ഇപ്പോൾ വയനാട് പെയ്തുകൊണ്ടിരിക്കുന്നത്. മനു, കൂടി ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിലൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മണ്ണൊക്കെ പൊതുവേ ദുർബലമായി കിടക്കുന്ന ഇടം കൂടിയാണ്. ശക്തമായ മഴ പെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ ഒരു സ്ഥിതി? മനു, മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങൾ, മുണ്ടക്കൈ ഭാഗത്ത് ഇപ്പോൾ ആളുകൾ താമസമില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. അതേസമയം തന്നെ ചൂരൽമല ഭാഗത്ത് പുന്നപ്പുഴ അതിശക്തമായി ഒഴുകുന്ന പുന്നപ്പുഴയിലേക്ക് ഒരുപാട് നീർച്ചാലുകൾ ഒഴുകിയെത്തുകയും അത് കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ അതിശക്തമായി ഒഴുകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുന്നപ്പുഴ മാത്രമല്ല, കബനി നദി അടക്കം ഇതിന്റെ കരയിൽ താമസിക്കുന്ന ആളുകളടക്കം അതീവ ജാഗ്രതയോടെ കഴിയണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. പുന്നപ്പുഴയുടെ തീരങ്ങളിലുള്ളവർ, ഏകദേശം ചൂരൽമല ഭാഗത്ത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ് ആളുകൾ ഇപ്പോൾ താമസിക്കുന്നത്. അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, അവർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. NDRF ടീം കഴിഞ്ഞ ദിവസം തന്നെ ജില്ലയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിൽ ജില്ലാ ഭരണകൂടം അതീവ ജാഗ്രതയിലാണ്. എന്ത് ദുരന്തം വന്നാലും അപ്പോൾ തന്നെ അതിനെ നേരിടാനുള്ള, അല്ലെങ്കിൽ ജനങ്ങളെ രക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്.